ഈ കണ്ണു കാണാത്ത ആള് തന്റെ നായയും കൂട്ടിക്കൊണ്ടുപോയി ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തുന്നു. ഉടനെ ലിഫ്റ്റും ഓപ്പൺ ആവുന്നു. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അതിനുള്ളിൽ ലിഫ്റ്റേ ഇല്ല. അതറിയാതെ അയാൾ തന്റെ കാലെടുത്തു വെക്കുകയും അതിനുള്ളിലേക്ക് വീഴാൻ പോവുകയും പെട്ടെന്ന് നായയുടെ കയർ പിടിച്ചതുകൊണ്ട് മാത്രം അവിടെ തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരുപാട് നേരം ബാലൻസ് ചെയ്ത് തൂങ്ങിക്കിടക്കാൻ കഴിയാതെ അവസാനം അയാളും നായയും കൂടി അതിനുള്ളിലേക്ക് വീഴുന്നു. ശേഷം അടുത്ത ദിവസം ആ ലിഫ്റ്റ് ഒന്നും തന്നെ നടക്കാത്ത പോലെ നോർമലായി ഓപ്പൺ ആകുന്നു. അതിനുള്ളിൽ കുറെ ആളുകളും കയറുന്നു. എന്നാൽ ഡോർ ക്ലോസ് ആയ ഉടനെ ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അതിനുള്ളിലുള്ളവരും ലിഫ്റ്റ് നിർത്താതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. സമയം കഴിയുന്തോറും ലിഫ്റ്റിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലുള്ളവരും പേടിച്ച് എമർജൻസി ബട്ടൺ എല്ലാം അമർത്തി നോക്കുന്നു. എന്നാൽ ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. ശേഷം പെട്ടെന്ന് ലിഫ്റ്റിന്റെ അടിഭാഗം ഓപ്പണായി അതിലൂടെ പകുതി പേരും നിലത്തേക്ക് വീഴുന്നു. കുറച്ചുപേർ സൈഡിലുള്ള കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നു. ശേഷം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ കമ്പികളും വിട്ടുവന്ന് ബാക്കിയുള്ളവരും നിലത്തേക്ക് വീഴുന്നു. അവസാനം ആ ലിഫ്റ്റും ഭയങ്കര സ്പീഡിൽ മുകളിലേക്ക് പോയി സീലിംഗ് എല്ലാം തകർത്ത് ബിൽഡിംഗിന്റെ മുകളിലെത്തുന്നു. അത് കേട്ട കൺട്രോൾ റൂമിലുള്ള ഓഫീസർ സെക്യൂരിറ്റികളോട് ലിഫ്റ്റിലേക്ക് പോയി നോക്കാൻ പറയുന്നു. അവരും അവിടെ പോയി നോക്കുന്നു. ഉടനെ ആ ലിഫ്റ്റിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആകുന്നു. അത് കണ്ട ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് പേടിക്കുന്നു. ശേഷം അവർ ഒരു ടോർച്ച് ഓൺ ചെയ്ത് നോക്കുന്നു. നോക്കിയാൽ ആ ലിഫ്റ്റ് പോയി മുകളിലെ സീലിംഗ് തകർത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലിഫ്റ്റിന്റെ ഡോർ തനിയെ അടഞ്ഞ് അയാളുടെ തല അതിനിടയിൽ പെടുന്നു. കൂടെ വന്ന സെക്യൂരിറ്റിയും അയാളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ആ ലിഫ്റ്റ് മൂവ് ആകാൻ തുടങ്ങി അയാളുടെ തലയെല്ലാം ചതഞ്ഞ് അവസാനം അയാൾ ചത്തുപോകുന്നു.